സിരിജി രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ സത്യത്തിൽ വന്നപ്പോൾ തന്നെ പോലീസിനെയും സർക്കാരിനെയും ഒക്കെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ ചാൻസലർ നിയമനവുമായൊക്കെ ബന്ധപ്പെട്ട്, വൈസ് ചാൻസലർ നിയമനവുമായൊക്കെ ബന്ധപ്പെട്ട്. ഇത്തവണ UGC അതിൽ കൃത്യമായ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. ഇനി നിയമനമൊക്കെ കേരള ഗവർണർ തീരുമാനിക്കും. ഇത് സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയല്ലേ? കാരണം ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രാഹിമിനെ വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് മാറ്റിയ പോലീസുകാരെയൊക്കെ മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ 8ന്റെ പണി ഞാൻ തരുമെന്ന് പറഞ്ഞ് ആദ്യം പേടിപ്പിച്ചു. ഇപ്പോൾ ദേ അടുത്ത പിണറായിയുടെ നെഞ്ചിലേറ്റിയ വലിയ അടിയാണ് ഇപ്പോൾ വീണ്ടും UGCയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഗവർണർ കലക്കുന്നുണ്ടല്ലേ? അതായത് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കടിച്ചതിനെക്കാട്ടിയും വലുതാണ് പുനത്തിന്ന് വരുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി BJP മന്ത്രിസഭ അല്ലെ BJP സർക്കാർ പുതിയ ഗവർണറെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. അപ്പം മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെയാണോ ചെയ്തു വെച്ചത് അതിൻ്റെ തുടർച്ച ചെയ്യുകയാണ് ആർലേക്കർ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ഗവർണർക്ക് വേണ്ടി ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥരെ മാറ്റി കുറച്ച് ചാരന്മാരെയൊക്കെ നിയോഗിച്ച് എല്ലാം കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ആദ്യ ദിവസം തന്നെ പൊളിക്കുന്നു ആർലേക്കർ. അപ്പോൾ ആർലേക്കറുടെ ലക്ഷ്യങ്ങൾ കൃത്യമാണ്. മാത്രമല്ല ഈ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം കോൺഗ്രസിലായിരുന്നു, പിന്നീട് BJP വന്നതാണ്. പക്ഷേ ആർലേക്കർ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്നത് RSSലേക്കാണ്. അദ്ദേഹം RSSന്റെ പ്രചാരകനായിരുന്നു, പിന്നീട് BJPയുടെ മന്ത്രിയായി, പിന്നീട് ഗവർണറായി. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് BJPയുടെ തന്ത്രം എന്താണെന്നോ RSSന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം നിയന്ത്രിക്കുന്ന ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. പ്രത്യേകിച്ച് യങ് ജനറേഷൻ അല്ലേ? ഈ യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കോളേജുകളിലാണല്ലോ. ആ കോളേജുകളെ നിയന്ത്രിക്കുന്ന വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്തിന്? കോളേജുകളിലെ സിലബസ് പോലും തീരുമാനിക്കുന്നതിൽ ഇവർക്ക് നിർണായകമായ പങ്കുണ്ട്. അത്തരത്തിലുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ചാൻസലറായ ഗവർണർ കൂടി അറിഞ്ഞുകൊണ്ട് മാത്രം മതിയെന്ന് തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അധികാരമുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഗവർണർ നടത്തിയത്. അതെ, ഗവർണർക്ക് അറിയാതെ കുറച്ച് പേരെ VC ആയിട്ട് സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു. പിറ്റേ ദിവസം ഗവർണർ ഉത്തരവിറക്കുന്നു, ആ 6 പേരുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും പുതിയ ആളെ കൊണ്ടുവരുന്നത്. നല്ല തുറന്ന പോരാട്ടമായിരുന്നു അല്ലേ? ഇപ്പോൾ പക്ഷേ UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അവർ പുതിയ ഉത്തരവിറക്കി. എങ്ങനെയാണ് ഈ വൈസ് ചാൻസലറെ നിയോഗിക്കേണ്ടത് അല്ലെ നിയമിക്കേണ്ടത്? അതിനുള്ള മാനദണ്ഡങ്ങൾ ആരാ നിയോഗിക്കുന്നത് അല്ലെ നിശ്ചയിക്കുന്നത്? ഗവർണർ ഒരാളെ നിശ്ചയിക്കുന്നു, UGC കമ്മീഷൻ ഒരാളെ നിയമിക്കുന്നു. അങ്ങനെ കമ്മീഷന് എന്തിനാ സെർച്ച് കമ്മിറ്റിയെ പോലും നിയമിക്കുന്നതിലും നിയോഗിക്കുന്നതിലും ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകണം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇത്രയും കാലം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ തങ്ങളുടെ കൈപ്പിടിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചത് തങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ നിയോഗിക്കുകയും ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന നിലയിൽ കാണുന്ന ഗവർണറെ കൊണ്ട് അതെല്ലാം ഒപ്പിടിയിച്ച് ഞങ്ങളുടെ സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിപ്പിച്ചു എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു. ഇതിന് കൃത്യമായി തിരിച്ചടി ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയെങ്കിലും അതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഉൾപ്പെടെ കടന്നു. ഇപ്പോൾ ആർലേക്കർ ആദ്യമേ തന്നെ പറയുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല, UGCയുടെ മാനദണ്ഡം ഉത്തരവ് എന്താണോ അതനുസരിച്ചേ കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കുകയുള്ളൂ. അതായത് വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ നിയോഗിക്കേണ്ടത് ചാൻസലറായ ഗവർണറാണ് എന്ന് പറഞ്ഞാൽ ഈ ആർലേക്കറാണ് കൃത്യമായി പറയുന്നു. രണ്ടാമത്തെ അംഗത്തെ നിയോഗിക്കുന്നത് UGCയുടെ ചെയർമാനാണ്. അടുത്ത ആളെ സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് നിയോഗിക്കാം അല്ലെങ്കിൽ നിയമിക്കാം. അപ്പം മൊത്തം നിയന്ത്രണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അകന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗവർണറെയും UGCയെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരമുള്ളത്. അപ്പോൾ ഗവർണർ ഒരു തീരുമാനമെടുക്കുകയും സംസ്ഥാന സർക്കാർ അത് അട്ടിമറിക്കുകയും ചെയ്താൽ, അതിന് ശ്രമിച്ചാൽ കേന്ദ്ര സർക്കാരിന് ഡയറക്റ്റ് ഇടപെടാം. ഈ ഇടപെടാനുള്ള ഒരു റൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? RSS പ്രചാരകനായ ആർലേക്കറാണ്. അപ്പോൾ ആർലേക്കറിൻ്റെ ലക്ഷ്യങ്ങൾ ആലോചിച്ച് നോക്കി, സംസ്ഥാന സർക്കാർ ആകെ വിറച്ചു പോകും. ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനെ നിയമിക്കുന്നതിലും വലിയ പങ്കാളിത്തമുണ്ട്. കാരണം അങ്ങനെ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സർക്കാർ നിയമിക്കുകയും സർക്കാരിന് താല്പര്യമുള്ള ആളുകളെയും വെക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ പറയുന്നു. അതായത് നമുക്കറിയാലോ, ചരിത്രത്തെ പലപ്പോഴും വളച്ചൊടിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ വലിയൊരു ബിംബമായിട്ടാണ് കാണുന്നത്, നമ്മൾ ചാച്ചാജി എന്ന് വിളിച്ചാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ എന്താ? മൗണ്ട് ബാറ്റൻ പ്രഭുവുമായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു, അംബേദ്കറെ ഒരിക്കലും ലോക്സഭയിലേക്ക് കൊണ്ടുവരാതെ തള്ളിക്കളയുന്നു. അങ്ങനെ ചരിത്രത്തിലെ പല സത്യങ്ങളും മറച്ചു വെക്കുകയും ചരിത്രകാരന്മാർ
കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രിസഭയ്ക്കും അനുകൂലമായ രീതിയിൽ പാഠ്യഭാഗങ്ങൾ ചമയ്ക്കുകയും ചെയ്തു. നമ്മളെല്ലാം പഠിച്ചു വന്ന അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളെ തെറ്റായി പഠിപ്പിക്കുന്ന ആ പാഠ്യപദ്ധതി ഉൾപ്പെടെ ഉടച്ചു വാർക്കുമെന്ന് പറയുന്നു. JNUവിൽ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്കെല്ലാം കാരണം ഇത് തന്നെയല്ലേ? ഇത് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും. കാരണം ഈ കോളേജിലെ വിദ്യാർത്ഥികൾ അക്രമം ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സംഘർഷം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവൻ തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാൽ ഇവൻ ജയിക്കില്ലേ? ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഒരു കോളേജിലും അറ്റൻഡൻസ് വേണ്ട, പക്ഷെ അവൻ പാസ്സാവും അല്ലെ? MA എടുക്കും അല്ലെ? BCom പാസ്സാത്തവൻ MCom ഇതാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UGC പുറത്തിറക്കിയ പുതിയ സംഭവങ്ങളിലൂടെ രാജ്ഭവന് വിപുലമായ അധികാരം ലഭിക്കുകയാണ്. അപ്പം ഈ നടപടിക്രമത്തിന് ശേഷം അന്തിമ ചട്ടങ്ങൾ പുറത്തു വരുന്നതോടെ സർക്കാരിൻ്റെ പിടി പൂർണ്ണമായും അയയുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ സർവകലാശാല VC നിയമനത്തെ ചൊല്ലിയുള്ള ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം എല്ലാം അവസാനിക്കും. അന്തിമ തീരുമാനം ഗവർണർ എടുക്കുന്നു. UGCയുടെ കമ്മീഷൻ അല്ലെ UGC ചെയർമാൻ അടുത്ത ആളെ നിർദ്ദേശിക്കുന്നു. ഇതിലെല്ലാം കൂടെ പറ്റില്ല, ഞങ്ങൾ സമരം ചെയ്യുന്നു, ഗവർണറെ വഴി തടയുന്നു. ഗവർണറെ വഴി തടയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ തടയുന്ന പോലെയല്ല, RSS നേതാവിനെയാണ് തടയുന്നത് അല്ലെ? ഒരു RSS നേതാവിനെ തടഞ്ഞാൽ എന്തായിരിക്കും ഫലം? ഒന്ന് ആലോചിക്കുക. ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞതുപോലെ ആയിരിക്കില്ല ഒരു RSS നേതാവിനെ കൂടെ തടയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു RSSകാരൻ കൂടിയാണ്. അവിടെ ആഭ്യന്തരമന്ത്രി RSSകാരനാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയ വിഷയങ്ങളിലേക്ക് കടക്കും. നമ്മുടെ സംസ്ഥാന പോലീസ് ഒന്നും വിചാരിച്ചാൽ നിൽക്കുന്ന ഇടത്തേക്ക് പോകില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് CPM മാത്രമല്ല, ആർഷോയുടെ പിള്ളേര് SFIക്കാരും കൂടിയാണ്. ഇനി ഗവർണറെ വഴിയിൽ തടഞ്ഞാൽ ഈ ഗവർണർ കസേരയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നത് പോലെ ഇരിക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ നിയമപരമായി ഏതൊക്കെ രീതിയിലേക്ക് പോകാൻ കഴിയുമോ ആ രീതിയിലൊക്കെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഈ വൈസ് ചാൻസലറെയൊക്കെ അവരുടെയൊക്കെ നിയമനം ഗവർണറുടെ കയ്യിലേക്ക് വരുമ്പോൾ ഈ കോളേജുകളിൽ തന്നെ വലിയൊരു അഴിച്ചുപണി ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ വിദ്യാർത്ഥി സംഘടനകളെ ഇപ്പം നമ്മൾ പറയുന്ന SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന സത്യം പറഞ്ഞാൽ അധ്യാപക സംഘടനകളാണ്. അതായത് CPM അനുകൂലമായി അധ്യാപക സംഘടനകൾ വിചാരിക്കുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ കോളേജുകളിൽ നടക്കുകയുള്ളൂ. അത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കാർഷിക യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, മറ്റേത് മേഖലയിലായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വലിയ അയവ് വരികയാണ്. UGC കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും UGCയുടെ മാനദണ്ഡങ്ങൾ നടപ്പാക്കാനുള്ള ചുമതല ചാൻസലറായ ഗവർണറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. JNU പോലെയുള്ള അരാജകവാദികളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ ക്ലീൻ ചെയ്യാൻ BJP സർക്കാരിന് സാധിച്ചെങ്കിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ ക്ലീൻ ചെയ്യാൻ എന്താണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ആലോചിക്കുക. ആർലേക്കർ വന്ന ദിവസം ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രധാന വാർത്ത എന്താ? പെരിയ ഇരട്ടക്കൊലപാതകം അല്ലേ? ഒന്ന് ആലോചിക്കുക. അതിൽ നിന്നൂടെ എന്താ ഒരു മനസ്സിലാക്കി? CPMന്റെ അല്ല, CPM ഇവിടെ നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം ആർലേക്കർക്ക് ഉണ്ടായി. ഇതാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ രീതി, അവർ ഭരിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യത്തിലൂടെ ആയിരിക്കില്ല ഇനി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ADGP മനോജ് എബ്രാഹിമിനെയൊക്കെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് നിങ്ങളുമായി യോജിച്ച് പോകാനാണ് താല്പര്യം, പക്ഷെ ഇങ്ങോട്ടിട്ട് പണിഞ്ഞാൽ 8ന്റെ പണി തിരിച്ചു തരാൻ എനിക്കറിയാം എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി അതിലൂടെ ആർലേക്കർ നൽകുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പം ധന്യ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം എന്തിനാണ് ADGP മനോജ് എബ്രാഹിമിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്? നിലവിലുള്ള ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മാറ്റി അല്ലേ? അപ്പം നിലവിലുള്ള ഉദ്യോഗസ്ഥരെ അവിടേക്ക് മാറ്റി പെട്ടെന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തതാണെന്ന് നമുക്ക് CPM മന്ത്രിസഭയെ വെച്ച് പറയാൻ പറ്റില്ല. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഞങ്ങൾ ഇവിടുത്തെ തന്ത്രപ്രധാനമായ ചുമതലയുള്ള ചില ഉദ്യോഗസ്ഥരെ മാറ്റിയാൽ പുതിയ ഗവർണറായി വരുന്ന രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ എന്ന RSSകാരൻ എങ്ങനെ റിയാക്ട് ചെയ്യും? CPMന് അറിയണം. CPMനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയന്ത്രിക്കുന്ന ഒരു നിഴൽ സർക്കാർ പിന്നിലുണ്ട് അല്ലെ? നമ്മൾ പറയുന്ന ചില ഉപദേശികൾ എന്നൊക്കെ പറയുന്ന ആളല്ലേ? ചില P ശശിമാര്, ചില പ്രഭാവർമാര്, ചില ബ്രിട്ടാസുകാര്. ആഭ്യന്തരമന്ത്രിക്ക് മുകളിൽ പോലീസിന്റെ ഒരു യോഗം വിളിക്കാൻ കഴിവുള്ള പല ഉപദേശകരും പിണറായിയുടെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ആളുകൾ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ രാജ്ഭവനിലെ ആളുകളെ മാറ്റി നോക്കുന്നു. അങ്ങനെ മാറ്റിയാൽ ആർലേക്കർ എങ്ങനെ പ്രതികരിക്കും? മിണ്ടാതിരുന്നാൽ സംഭവം തീർന്നല്ലോ. ഇനി നമ്മുടെ തന്ത്രം ഓക്കെ. പക്ഷേ ആ ദിവസം തന്നെ, അതായത് ചുമതലയേറ്റ ദിവസം തന്നെ ആർലേക്കർ പറയുകയാണ്,
എൻ്റെ ചുമതലയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ചുമതലയിലുണ്ടായിരുന്ന മാറ്റിയ മുഴുവൻ ആളുകളെയും തിരിച്ചു കൊണ്ടുവരണം. ആരോടാ പറയുന്നത്? നിലവിൽ DGPയുടെ ചുമതല വഹിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPയോട്. ADGPയെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തിയാണ് പറയുന്നത്. മാത്രവുമല്ല ഉടൻ മാറ്റി നിയമിച്ചേക്കാമെന്ന് ADGP മനോജ് എബ്രഹാം പറയുന്നു. മനോജ് എബ്രഹാമിന് ആ പൊളിറ്റിക്സ് മനസ്സിലായി. കാരണം IPSകാരെ ശരിക്കും നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ വന്നിരിക്കുന്ന ആർലേക്കർ എന്ന് സംസാരത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് മനോജ് എബ്രഹാം ഉടനെ തീരുമാനമെടുത്തത്. മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ADGP മനോജ് എബ്രഹാമിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ അപകടം CPM മണത്തു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ മറ്റെന്ത് കാര്യത്തിലായിക്കോട്ടെ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണോ സംസ്ഥാന സർക്കാരിനെതിരായ നിലപാടെടുത്തത് അതിനേക്കാൾ ശക്തമായ അതിനേക്കാൾ നിയമാനുസൃതമായ നടപടികളുമായിട്ട് ആർലേക്കർ മുന്നോട്ട് പോകും. UGCയുടെ ചട്ടങ്ങളനുസരിച്ച് UGC ചെയർമാൻ്റെയും ഈ നിലവിലുള്ള കേരള ചാൻസലറുടെയും നിയമങ്ങൾക്കനുസരിച്ച് ചട്ടങ്ങൾക്കനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനനുസരിച്ച് ഒരു ഗവർണർ സർക്കാർ പോരാട്ടത്തിലൊന്നും ഇങ്ങോട്ട് വരണ്ട. വന്നാൽ ചുമതല എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതായത് താൻ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന RSS എന്ന മാതൃസംഘടനയിൽ നിന്ന് പോയ പ്രധാനമന്ത്രിയും RSS എന്ന മാതൃസംഘടനയിൽ നിന്ന് പോയ അമിത്ഷായും ആഭ്യന്തരമന്ത്രിയായിരിക്കുകയും പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കേരള സർക്കാർ സാധിക്കുമോ? ശരിക്കും പറഞ്ഞാൽ സർക്കാർ പേടിക്കണം. പെട്ടു എന്ന് CPM ആർലേക്കറുടെ വരവോടുകൂടി സംസ്ഥാനത്തെ CPM സർക്കാർ പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി എന്താകും ആർലേക്കറുടെ നീക്കം? വിദ്യാഭ്യാസ രംഗത്ത് ഇനി തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ CPM അകലാൻ പോകുന്നു. ഇനി ചാൻസലർ ഒക്കെ നിയമനം ഗവർണറുടെ കയ്യിലാകുമ്പോൾ മൊത്തത്തിൽ CPM ഞെട്ടുകയും പെടുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.